ശ്രേഷ്ഠ ഭാരതം വജ്രവ്യൂഹം റൗണ്ടിൽ അടുത്തതായി ഭവൻസ് എളമക്കര കൊച്ചി എത്തുന്നു. ഉണ്ണികൃഷ്ണൻ സാർ, ഏത് കഥാപാത്രമാണ് ഭവൻസ് എളമക്കര കൊച്ചിക്ക്? ഭവൻസ് എളമക്കര ദുര്യോധനെയാണ് അവതരിപ്പിക്കുന്നത്. ആരാണ് ദുര്യോധനനായിട്ട് വരാൻ പോകുന്നത്? മാളവിക. മാളവിക. അപ്പൊ സ്വാഗതം ചെയ്യാം ഭവൻസ് എളമക്കര കൊച്ചിയിൽ നിന്നും മാളവിക. ക്ഷാത്രധർമ്മം ജ്വലിച്ചു നിൽക്കുന്ന ക്ഷത്രിയനാണ് ഈ സുയോധനൻ. യഥോ ധർമ്മസ്തദോജയ എന്നോദിയ ഗാന്ധാരിയുടെ പുത്രൻ. ഒന്നിനെയും ഭയപ്പെടുന്നവനല്ല ഈ ദുര്യോധനൻ, മൃത്യുവിനെ പോലും. തോൽവി ആസന്നമായിട്ടും യുദ്ധം വേണ്ടെന്ന് വെക്കാത്തവനാണ് ഈ ദുര്യോധനൻ. ധർമ്മത്തിലൂടെയാണോ പാണ്ഡവർ വിജയം നേടിയത്? ചതിയുടെയും കുതന്ത്രങ്ങളുടെയും വിജയം അല്ലേ അത്? ഒടുവിൽ അവർ എന്നെയും വീഴ്ത്തി, ചതിയിൽ തുടച്ചതച്ച് വീഴ്ത്തി. യുധിഷ്ഠിരന്റെ കിരീടത്തിൽ കളങ്കത്തിന്റെ ഒരു തൂവൽ കൂടി. നിങ്ങൾ കേൾക്കണം, ചതിയന്മാരായ പാണ്ഡവരെ ഒരിക്കലും വിശ്വസിക്കരുത്. മരണം എനിക്കരികിൽ തന്നെയുണ്ട്. ഹേ അശ്വത്ഥാമ, പ്രതികാരത്തിനുള്ള നിന്റെ വാഞ്ചയനുസരിച്ച് ഞാനിതാ നിന്നെ സേനാപതിയായി അവരോധിക്കുന്നു. ഈ സ്യമന്ത പഞ്ചകത്തിൽ കിടന്ന് മരണം വരിക്കാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യവാനാണ്. ഈ മരണം തോൽവിയല്ല, മറിച്ച് വിജയം തന്നെയാണ്. തീർച്ചയായും ഞാൻ വീരസ്വർഗം പോകും. ദേവകൾ എന്നിൽ പുഷ്പവൃഷ്ടി ചൊരിയുന്നുവോ, ഞാൻ ധന്യനായി. സ്വസ്തി. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഇനി ചോദ്യങ്ങളുണ്ട് അല്ലേ? ഉണ്ണികൃഷ്ണൻ സാർ, ചോദ്യങ്ങളിലേക്ക് പോവാം അല്ലേ? ആരംഭിക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം AKNM MAMHSS കാട്ടുകുളം പാലക്കാട്. അങ്ങയുടെ മകളായ ലക്ഷ്മണയ്ക്ക് സാമ്പനിൽ ഉണ്ടായ മൂത്ത പുത്രനാര്? അറിയില്ല. രണ്ടാമത്തെ ചോദ്യം ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ. താങ്കൾക്ക് സ്ഥലജല ഭ്രാന്തി സംഭവിച്ചതിനെ തുടർന്ന് എന്തെല്ലാമാണ് താങ്കൾ ചെയ്യാൻ തീരുമാനിച്ചത്? ഇന്ദ്രപ്രസ്ഥം അവിടെ വെച്ച് മയം നിർമ്മിച്ച മായാജാലങ്ങളുള്ള കൊട്ടാരത്തിൽ എനിക്ക് സ്ഥലജല ഭ്രാന്തി ഉണ്ടായിരുന്നു. ആ സ്ഥലജല ഭ്രാന്തി കൊണ്ട് ഞാൻ എൻ്റെ കാലുകൾ വെള്ളത്തിൽ നനയ്ക്കാതിരിക്കുവാൻ വേണ്ടി മുണ്ട് മടക്കി കുത്തി നടന്നു. അവിടെ നിന്നും അപമാനിതനായപ്പോൾ താങ്കൾ എന്താണ് തീരുമാനിച്ചത് എന്നാണ് ചോദ്യം. അപമാനിതനായപ്പോൾ ഞാൻ ആത്മഹത്യക്ക് തീരുമാനിച്ചു. ആത്മഹത്യക്കായി ഞാൻ പെട്ടെന്ന് പറയൂ. ആത്മഹത്യക്കായി ഞാൻ ദർഭ വിരിച്ചു കിടന്നപ്പോൾ ദാനവന്മാർ ഇത് കണ്ട് ഒരു ഹോമം നടത്തി കൃത്യ എന്ന രാക്ഷസി അതിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് എന്നെ പാതാളത്തിലേക്ക് എത്തിച്ചു. ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താങ്കളുടെ മനസ്സിൽ? അഥവാ രണ്ട്, ഈ സ്ഥലജല ഭ്രാന്തി പോലെ തന്നെ ഭ്രാന്തി ഉണ്ടായിരുന്നു? ഒരൊറ്റ തീരുമാനം ആത്മഹത്യ മാത്രമായിരുന്നു? അല്ല, ആത്മഹത്യ അല്ലെങ്കിൽ രാജസൂയം നടത്തുക.
ഉത്തരം പൂർണ്ണമല്ല, ശരിയല്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. CNN ഗേൾസ്. പാണ്ഡവരും കൗരവരും ജലക്രീഡ നടത്തിയ സ്ഥലം. പാണ്ഡവരും കൗരവരും ജലക്രീഡ നടത്തിയ സ്ഥലം. ഗംഗാതീരത്തുള്ള പ്രമാണക്കോടി. ഉത്തരം ശരിയാണ്. എത്ര ചോദ്യങ്ങളാണ് സർ ദുര്യോധനൻ കൃത്യമായി ഉത്തരം പറഞ്ഞത്? ഒരു ചോദ്യത്തിനാണ് ശരിക്കും ഉത്തരം പറഞ്ഞത്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ സാധിച്ചില്ല. എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? സാമ്പൻ്റെ അല്ലേ? സുമിത്രൻ എന്നുള്ളതാണ് ശരി ഉത്തരം. അത് പറയാൻ സാധിച്ചില്ല. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമായിരുന്നില്ല, അതുകൊണ്ട് അതിനും മാർക്ക് തരാൻ നിവൃത്തിയില്ല. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമായിരുന്നു, അതിന് 10 മാർക്ക് ലഭിക്കും.